ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ ഭാര്യ ആയിഷാനെയാണ്. സഹാബി ചോദിച്ചു, ആണുങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ആരെയാ നബിയെ? പ്രവാചകൻ പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ വാപ്പ അബൂബക്കർ സിദ്ദീഖനെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പിന്നീട് ചോദിച്ചു, സുമ്മക്കാൽ അവിടെ നിന്ന് പിന്നീട് ചോദിച്ചു, പിന്നെ ആരാ നബിയെ? അവിടെ നിന്ന് പറഞ്ഞു, സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. സഹാബി വീണ്ടും ചോദിച്ചു, പിന്നെ ആരാ നബിയെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പിന്നെ ഒരു വിഭാഗമുണ്ട്, പിന്നെ ചില ചെറുപ്പക്കാരുണ്ട്, ചില വിഭാഗമുണ്ട്, അവരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞ വാർത്ത മറ്റുള്ള ഭാര്യമാരുടെ ചെവിയിലെത്തി. പെണ്ണുങ്ങളാണല്ലോ, എല്ലാവരും വലിയ ചർച്ചയായി. ആയിഷാനോട് മാത്രം പ്രവാചകന് പ്രത്യേക സ്നേഹമുണ്ട്, വേർതിരിവല്ല, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. അത് പല പല വിഷയങ്ങളിലാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് മാത്രം വലിയ സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് അതുകൊണ്ട് മറ്റുള്ള ഭാര്യമാർ മുഴുവനും ഒരുമിച്ച് കൂടി ആർക്കും ചോദിക്കാനുള്ള ധൈര്യമില്ല. എല്ലാവരും കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിൻ്റെ കഷ്ടമായ പൊന്നുമോള് മഹ്ദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, വാപ്പായിക്ക് നിന്നെക്കാളും ഇഷ്ടം ആയിഷാനെയാ, നിന്നെക്കാളും ഞങ്ങളെക്കാളും നിന്നെക്കാളും ഇഷ്ടം ആയിഷ ബീവിയാണ്. അതുകൊണ്ട് നീ നിന്റെ പിതാവിനോട് ഇതിനെക്കുറിച്ച് ചോദിക്കണം. പെണ്ണുങ്ങളെല്ലാവരും കൂടെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് ചോദിക്കാനും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ പറഞ്ഞേൽപ്പിച്ചു. അവിടുന്ന് എൻ്റെ പ്രിയമുള്ളവരെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പിതാവിൻ്റെ മുന്നിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, അപ്പാ, ഏറ്റവും കൂടുതൽ ഇഷ്ടം ആയിഷ ബീവിയാണോ അപ്പാ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മോളെ ഫാത്തിമ, നിനക്കെന്നെ ഇഷ്ടമാണോ? നിനക്കെന്നെ ഇഷ്ടമാണോ? ആയിഷ ബീബി റളിയല്ലാഹു തആല ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, വാപ്പ, എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എനിക്ക് ആയിഷാനെ ഇഷ്ടമാണ്, നീയും ഇഷ്ടപ്പെടുക. നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ ആയിഷാനെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നീയും ഇഷ്ടപ്പെടുക എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ തൻ്റെ പൊന്നുമോളെ പറഞ്ഞു വിട്ടു. എൻ്റെ പ്രിയമുള്ളവരെ, ആയിഷ ബീവിക്ക് ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷമായി. ഒരു ദിവസം വളരെ സന്തോഷത്തോടു കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പിടിച്ചു മടിയിൽ കിടത്തി പ്രവാചകന്റെ മടിയിലേക്ക് തലവെച്ച് കിടന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയെ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യ് നബിയെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, ഞാൻ നിനക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. ഇല്ല നബിയെ, പ്രത്യേകമായിട്ട് ദുആ ചെയ്യണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ, അള്ളാഹുവിൻ്റെ ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണം പടച്ചവനെ. അവൾ അറിഞ്ഞു ചെയ്തത്, അറിയാതെ ചെയ്തത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത് എല്ലാം നീ പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുമ്പോൾ അത് കേട്ടിട്ട് ചരിത്രം പറയുന്നു, ആയിഷ ബീവി സന്തോഷം കാരണം മടിയിൽ നിന്ന് താഴെ വീണു. മടിയിൽ തലവെച്ച് കിടന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ തല താഴെ വീണു. നബി ചോദിച്ചു, ഇത്രയ്ക്ക് ഇഷ്ടമായോ, ഇത്രയ്ക്ക് സന്തോഷമായോ? സന്തോഷമായി നബിയെ, എനിക്ക് വേണ്ടി നിങ്ങളിങ്ങനെ ദുആ ചെയ്തില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ, നിനക്ക് മാത്രമല്ല. എന്തിനാ ഞാൻ ഈ ചരിത്രം പറഞ്ഞതെന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിനക്ക് മാത്രമല്ല ഞാൻ ദുആ ചെയ്യുന്നത്, 5 വഖത്ത് നമസ്കാരം കഴിയുമ്പോൾ ഖിയാമത്ത് നാൾ വരെ വരുന്ന എൻ്റെ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി, ചുരുക്കം പറഞ്ഞ എനിക്കും നിങ്ങൾക്കും വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ലോകത്ത് കടന്നു വരുന്ന അവസാനത്തെ അനുയായിക്ക് വേണ്ടി പോലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ 5 നേരം ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ സ്വന്തം മക്കൾ പോലും വാപ്പാന് വേണ്ടി ദുആ ചെയ്യില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യുമായിരുന്നു എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, അതാണ് പ്രവാചകൻ നമ്മളോട് വെച്ചിരുന്ന മഹബത്ത്, നമ്മളോടുണ്ടായിരുന്ന സ്നേഹമത. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബർ സിയാറത്ത് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ജന്നത്തുൽ ബഖീയിൽ നിന്നുകൊണ്ട് പ്രവാചകൻ അവിടെ നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞുവത്രേ, എൻ്റെ കൂടപ്പിറപ്പുകളെ ഞാൻ എന്നാ കാണുക, എൻ്റെ സഹോദരങ്ങളെ ഞാൻ എന്നാ കാണുക? സ്വഹാബികൾ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, ഞങ്ങളല്ലേ അങ്ങയുടെ കൂടപ്പിറപ്പുകൾ, പിന്നെ ആരെയാ തിരയുന്നേ?
ഞങ്ങളല്ലേ അങ്ങയുടെ കൂടപ്പിറപ്പുകൾ, ഞങ്ങൾ അങ്ങയുടെ കൂടെ നടക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് കൂടപ്പിറപ്പുകളെ എന്നാണ് കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടപ്പിറപ്പുകളല്ല, നിങ്ങൾ എൻ്റെ അനുചരന്മാരാ, നിങ്ങൾ എൻ്റെ അനുചരന്മാരാ, എൻ്റെ കൂടപ്പിറപ്പുകൾ നിങ്ങളല്ല. എനിക്ക് ചില സഹോദരങ്ങളുണ്ട്, ഞാൻ അവരെ കാത്തിരിക്കുകയാണ്. അവരാരാണെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, അത് വരാനിരിക്കുന്ന ഒരു വിഭാഗമാണ്, എന്റെ സമുദായത്തിൽ വരാനിരിക്കുന്ന ഒരു വിഭാഗമാ. അവരെന്നെ കണ്ടില്ലെങ്കിലും അവരുടെ വാപ്പയേക്കാൾ, അവരുടെ ഉമ്മയേക്കാൾ, അവരുടെ ഭാര്യയേക്കാൾ, അവന്റെ മക്കളെക്കാൾ, അവന്റെ സർവ്വതിനേക്കാൾ, അവന്റെ സ്വന്തം ജീവനേക്കാൾ എന്നെ സ്നേഹിക്കുന്ന ഒരു സമൂഹം കടന്നു വരാനുണ്ട്. അവരാണ് എൻ്റെ കൂടപ്പിറപ്പ്, അവരെയാണ് ഞാൻ നാളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കാത്തിരിക്കുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എനിക്കൊരു വിഭാഗം വരാനുണ്ട്, അവരെന്നെ കണ്ടില്ലെങ്കിലും അവന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ഒരു വിഭാഗം, അവരാണ് എൻ്റെ കൂടപ്പിറപ്പെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ കൂടപ്പിറപ്പുകളിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ റസൂല് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കാത്തിരിക്കണ ആ സഹോദരങ്ങളിൽ, ആ സഹോദരിമാരിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും പ്രവാചകനോട് വലിയ സ്നേഹവാ. മൈക്ക് കിട്ടിയ പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ കരളിൻ്റെ കഷ്ണം, അങ്ങനെ പറയത്തുള്ളൂ. എല്ലാവരും പറയും, നാവ് കൊണ്ട് പറയും, എനിക്ക് നബിയെ വലിയ ഇഷ്ടവാ, അല്ലോ ഞാൻ സലാത്ത് പറയുന്നവനാ, അങ്ങനെ ചെയ്യുന്നവനാ, ഇങ്ങനെ ചെയ്യുന്നവനാ, നമ്മളൊക്കെ പറയാറുണ്ട്. എങ്കിൽ സ്നേഹം എന്താണെന്നറിയൂ സഹോദരങ്ങളെ. യഥാർത്ഥത്തിൽ പ്രവാചകനോടുള്ള മഹബത്ത് എന്താ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലൂടെ സൗബാനൻ റളിയല്ലാഹു തആല അൻഹു കാണാൻ അഴകുള്ള സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത് വിളിച്ചു, സൗബാനെ അടുത്തു വാ. എന്നിട്ട് ചോദിച്ചു, നിനക്ക് എന്താ പറ്റിയേ? നീ നല്ല കാണാൻ അഴകുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നല്ലോ, നിന്റെ നിറം നീല കളറായിരിക്കുന്നു, എല്ലും തോലുമായിരിക്കുന്നു, എന്തോ മാരക രോഗം പിടിച്ച ഒരു മനുഷ്യനെ പോലെ നീ ആയിപ്പോയല്ലോ, എന്തേ നിനക്ക്? നബിയെ, സമാധാനമില്ല നബി, എനിക്ക് രോഗങ്ങളൊന്നുമില്ല, എനിക്കൊരു സമാധാനമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തേ സൗബാനെ, നിന്റെ പ്രശ്നം എന്താ? യാ റസൂലല്ലാഹ്, ലോകത്തിന്റെ നേതാവിനോട് സൗബാൻ റളിയല്ലാഹു തആല അൻഹു പറയാ, എപ്പോഴും എനിക്ക് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കണം നബിയെ. കാണാതെ വരുമ്പോ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വേദന, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല, എപ്പോഴും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കണം. ഞാൻ എവിടെ നിന്ന് ചിന്തിക്കുന്നത്, പടച്ചോനെ, ഞാനെങ്ങാണം പെട്ടെന്ന് മരിച്ചുപോയാൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ എനിക്ക് റസൂലുള്ളാഹിനെ കാണാൻ പറ്റുമോ? ഞാനെങ്ങാണ് സ്വർഗത്തിലായി പോയാ പ്രവാചകൻ ജന്നാത്തിൽ ഫിർദൗസിലും ഞാൻ വല്ല അടിത്തട്ടിലും ആയിപ്പോയാ എനിക്ക് അവിടെയും കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള ടെൻഷൻ കാരണമാ നബിയെ ഞാൻ ഇങ്ങനെ ആയിപ്പോയതെന്ന് മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, സ്നേഹമെന്ന് പറഞ്ഞാൽ അതിനാണ് സ്നേഹമെന്ന് പറയുന്നത്. വെറുതെ പറഞ്ഞാൽ പോരാ. റബീഉൽ അവ്വലിന്റെ 12 ദിവസം എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് അതൊരിക്കലും പ്രവാചകൻ ചെയ്യണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ സ്നേഹത്തിന്റെ ഒരു ഭാഗങ്ങൾ മാത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, റബീഉൽ അവ്വലിന്റെ അന്ന് ഒരു ലോറി വിളിച്ച് കുറച്ച് ബോക്സും കെട്ടി വെച്ചിട്ട് ദഫുമുട്ടിക്കിട്ട് പള്ളിക്ക് നമസ്കാരം നടക്കുന്ന സമയത്ത് പോലും പള്ളി കയറൂല. അങ്ങനെ ഇതൊക്കെയാണ് നബിദിനാഘോഷം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതൊന്നുമല്ല ഇഷ്ടം. പ്രവാചകനെ മനസ്സിന്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് പ്രവാചകനോടൊരു മഹബത്ത് ഉണ്ടാകണം. അള്ളാഹു ആ മഹബത്ത് എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും കുറഞ്ഞത് ഒരു മരക്കുറ്റിക്കുണ്ടായിരുന്ന ഈമാനെങ്കിലും ഉണ്ടാകണം. ഒരു മരക്കുറ്റിക്ക് പ്രവാചകനോട് 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മസ്ജിദ് നബവിയിൽ ഖുതുബ ഓതിയിരുന്നത് ഒരു ഈന്തപ്പന മരത്തിന്റെ ഒരു കുറ്റിയുടെ മുകളിൽ കയറിയിരുന്ന ഒരു നല്ല മിമ്പർ കൊണ്ടുവന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മിമ്പർ എടുത്തു മാറ്റി, ആ മരക്കുറ്റി എടുത്തു മാറ്റിയിട്ട് ഒരു നല്ല മിമ്പർ കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് പ്രവാചകൻ പ്രഭാഷണം നടത്തി ഖുതുബ ഓതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിക്കുമ്പോൾ തഹയ്യാത്തിൽ ഇരിക്കുമ്പോൾ വസമിഅനാ സൗതൻ ഹനീന, ഒരു തേങ്ങൽ കേൾക്കുക, ആരോ കരയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരച്ചിൽ കേൾക്കുന്ന ഭാഗത്ത് ചെന്ന് നോക്കുമ്പോൾ ഒരു മരക്കുറ്റി ഇരുന്നിട്ട് കരയാ. എന്തേ നീ കരയണേ? യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ എന്നെ ഉപേക്ഷിച്ചില്ലേ നബിയെ?
എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞല്ലോ, ഒരു നല്ല മിമ്പർ വന്നപ്പോ എന്നെ എടുത്ത് മാറ്റിയല്ലോ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മരക്കുറ്റിയോട് ചോദിച്ചു, നിന്നെ എനിക്ക് വേണ്ടായിരുന്നെങ്കിൽ ഞാൻ പള്ളിയുടെ വെളിയിലെടുത്ത് കളയുമായിരുന്നു, നിന്നെ ഞാൻ അത് ചെയ്തില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ എങ്ങാണം ആ മരക്കുറ്റിയുടെ മുകളിൽ കൈയെടുത്ത് വെച്ചിട്ട് അതിനെ ഞാൻ സമാധാനിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അതവിടെ ഇരുന്ന് കരയുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ ഒരു മരക്കുറ്റിക്കുണ്ടായിരുന്ന സ്നേഹം എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾക്കുണ്ടാകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും പറയും, എനിക്ക് പ്രവാചകനോട് വല്ലാത്ത മഹബത്ത. എങ്കിൽ ആ പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടെങ്കിൽ, ഞാനും നിങ്ങളും പ്രവാചകനോട് എനിക്ക് ഇഷ്ടമുണ്ട് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടെങ്കിൽ, അത് ആത്മാർത്ഥതയുള്ള സ്നേഹമാണെങ്കിൽ അവന് 4 അടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പ്രവാചകനോട് നമുക്ക് ആർക്കെങ്കിലും, എനിക്കും പിന്നെ നിങ്ങൾക്കും ആർക്കെങ്കിലും ആത്മാർത്ഥമായിട്ടൊരു സ്നേഹമുണ്ടെങ്കിൽ അവന് 4 അടയാളമുണ്ടായിരിക്കും. ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഗുണങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നീ പറയുന്നത് സത്യമാ, ഇല്ലെങ്കിൽ നീ പറയുന്നത് കള്ളമാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാവരുടെ ചിന്ത എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോഴെങ്ങും മരിക്കൂല പടച്ചോനെ, ഒരുപാട് കാലം ജീവിക്കും എന്നൊരു തോന്നൽ ആണുങ്ങൾക്കുണ്ട്, പെണ്ണുങ്ങൾക്കുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ മരണം അടുത്തോ ഇല്ലേ? എനിക്ക് പോകാൻ സമയമായോ ഇല്ലേ? നിങ്ങൾക്ക് പോകാൻ സമയമായോ ഇല്ലേ? ഇരിക്കണ ചങ്ങാതിമാർക്ക് പോകാൻ സമയമായോ ഇല്ലേ? തിരിച്ചറിയാൻ 3 അടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉസ്താദേ, എൻ്റെ മരണസമയം എനിക്ക് അറിയാൻ പറ്റിയില്ല, പെട്ടെന്നങ്ങ് പോയി എന്നൊക്കെ പറയും. അങ്ങനൊന്നുമില്ല. ഒരു മനുഷ്യൻ്റെ മരണം അറിയാൻ പറ്റുമെന്ന്, ഒരാളുടെ മരണം അടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ 3 അടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ ആദ്യം 3 അടയാളം പറഞ്ഞുതരട്ടെ. ഉള്ള സമാധാനം പോകും, ഈ ചിരിയൊക്കെ അങ്ങ് മാറും, ഈ മുഖത്ത് കാണുന്ന ഈ ചിരിയും സന്തോഷമൊക്കെ മാറും അടയാളം പറഞ്ഞു കഴിയുമ്പോൾ. വേണോ വേണ്ടേ? നാളെ രാവിലെ എറണാകുളത്ത് പോകണം. ലുലുവിലൊക്കെ കഫൻ തുണി കിട്ടുമോപ്പാ? ഇല്ല. അടയാളമൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഏതെങ്കിലും ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ പൊക്കോ, നിനക്ക് പൊതിയാനുള്ള തുണി വാങ്ങാൻ. തത്തമ്മരിന് ഫർദൊന്നും വാങ്ങണ്ടട്ടാ. നാളെ രാവിലെ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് നിന്നെ പൊതിയാനുള്ള കഫൻ തുണി നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഹലാലായ പൈസ കൊണ്ട് വാങ്ങണം. കടം വല്ലതും ഉണ്ടെങ്കിൽ വീട്ടിക്കോ, ആരോടെങ്കിലൊക്കെ പൊരുത്തം ചോദിക്കാനുണ്ടെങ്കിൽ പറഞ്ഞോ. പറ്റുമെങ്കിൽ ആ പള്ളിക്കാട്ടിൽ പോയിട്ട് ഖബർ വെട്ടാൻ പറ്റുമെങ്കിൽ വെട്ട്, ഇല്ലെങ്കിൽ നിനക്കുള്ള സ്ഥലം വൃത്തിയാക്കിയിട്ടേരെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 1 ബയാദു ശഅരിക ബഅദ സവാദിഹി. തലയിലും താടിയിലൊക്കെ നല്ലതുപോലെ നോക്കിക്കോ, ഈ കറുത്ത രോമങ്ങൾക്കിടയിലെ ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ വാപ്പാ, ഇത് നിന്റെ ഒടുക്കത്തെ പോക്കിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. 1ാമത്തെ അടയാളം മുടി നരയ്ക്കല. 1ാമത്തെ അടയാളം, ഇനി നരയ്ക്കാൻ വല്ലതും ഉണ്ടോ? അതുകൊണ്ട് കണ്ടില്ലേ, മൊത്തം നരച്ചിരിക്കുക സാധു. ഹത്തീബ് ഉസ്താദ് ഇപ്പം ഇങ്ങനെ നിങ്ങൾക്ക് നരച്ചില്ല, പാവം ചെറുപ്പക്കാരനാ. ശരീരത്തിലെ രോമങ്ങൾ നരയ്ക്കുക, അത് മരണത്തിൻ്റെ അടയാളമാണ്. പാപ്പ നീ 40 വെട്ടാൻ സമയമായി, നിന്നെ 40 എന്നിട്ട് ക്ലീൻ ഷേവ്. 40 വയസ്സെത്തി കഴിഞ്ഞാൽ പിന്നെ അവൻ നേരെ ചുവോ. 40 വയസ്സെത്തി കഴിഞ്ഞാൽ ഖുർആനിൽ ഒരു ആയത്ത് ഓതിയിട്ട് കാത്തിരിക്കണമെന്നാ. 40 വയസ്സ് കഴിഞ്ഞാൽ 40 കഴിഞ്ഞിട്ട് നന്നാകാത്തവന്റെ കാര്യം പോക്കാം. കാരണം ഒരു മനുഷ്യന് പക്വത എത്തും. 30 കാരൻ 25 കാരൻ ചെയ്താൽ പറയാം അവന് പക്വത എത്തിയില്ലാന്ന്. പാപ്പ 40 എത്തിയിട്ട് നന്നായില്ലെങ്കിൽ നിനക്ക് ഇരട്ടി ശിക്ഷയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 40 വയസ്സ് കഴിഞ്ഞവൻ പിന്നെ മരണത്തിന് വേണ്ടി ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് കാത്തിരിക്കണമെന്ന. ഈ 40ാമത്തെ വയസ്സിലാ നീ 18 പോലെ ക്ലീൻ ഷേവൻ ചെയ്തിട്ട് നടക്കണത് അല്ലേ? അല്ലാഹു ആലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം മുടി നരച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ കഫൻ തുണിയും വാങ്ങിച്ചു വെക്കാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഏകദേശം തീരുമാനമായി. 2 നിത്യമായിട്ടുള്ള രോഗങ്ങൾ. ഇപ്പം ചോദിച്ച പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇങ്ങനെ കിടപ്പുണ്ട്. ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? രോഗങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ?
കൊച്ചു കുട്ടികൾക്ക് വരെ ഷുഗർ വരുന്ന കാല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും രോഗികളാണ്. മനസ്സിലാവുന്നുണ്ടോ? പടച്ചവനെ, ഇതെൻ്റെ അവസാന യാത്രയുടെ അടയാളമാണെന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ട് നന്നാവാൻ തോന്നുന്നുണ്ടോ? വാപ്പ, ഏതെങ്കിലും ഒരു രോഗം നിനക്കുണ്ടെങ്കിൽ നീ സൂക്ഷിച്ചോ, നിന്റെ യാത്ര അടുത്തിരിക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3, പഴയ ആരോഗ്യമുണ്ടോ ഇപ്പം ആർക്കെങ്കിലും? ഓടാനും ചാടാനൊക്കെ എന്ത് ഉഷാറായിരുന്നു. ഇപ്പം ആർക്കാ ഉള്ള? കസേരയില്ല, കുനിയാൻ വയ്യ ഉസ്താദേ, ഡെസ്കിന് വേദന, അവിടെ വേദന, ഇവിടെ വേദന, അല്ലേ? പഴയ ആരോഗ്യം ആർക്കാ ഉള്ളേ? ഇപ്പം എല്ലാം ഇറച്ചിക്കോഴിയെ പോലാണല്ലോ. ആർക്കാ ആരോഗ്യമുള്ളത്? ഗ്ലാമറൊക്കെ നഷ്ടപ്പെട്ടു. പണ്ടിതിലെ നെഞ്ചു പിരിച്ച് നടന്നവൻ ഇങ്ങനെ വളഞ്ഞു കൂഞ്ഞു വന്നു, തൊലിയൊക്കെ ചുളുങ്ങി തുടങ്ങി. അത് മരണത്തിൻ്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നന്നാവാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഈ പറഞ്ഞ 3 അടയാളത്തിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നേരം വെളുപ്പിക്കുമെന്ന് തോന്നണ്ട. ഇവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ പോകുന്ന വഴിയിൽ അങ്ങ് തീർന്നു പോയാ പകുതിയിൽ ഓടിപ്പോയല്ലോ എന്നോർത്തിട്ടുള്ള നഷ്ടം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ 3 അടയാളം വരാത്തവൻ്റെ മുഖത്തൊരു ചിരി. എടാ, ഇത് വേണോന്ന് നിർബന്ധമൊന്നുമില്ല. മുടി നരയ്ക്കണമെന്നോ രോഗമുണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. രാവിലെ ബൈക്ക് പിടുത്തിട്ട് പാഞ്ഞു പോകും, അവസാനം വെട്ടിക്കീറി പെട്ടിക്കകത്ത് വീടിൻ്റെ മുന്നിൽ കൊണ്ടുവെക്കും. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആർക്കെങ്കിലും പ്രവാചകനോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ അള്ളാഹു അവൻ്റെ ജീവിതത്തിൽ 4 അടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എണ്ണല്ലേ ഈ പറയുന്ന ഗുണങ്ങൾ നോക്കല്ലേ. ഇപ്പം ഞാനിങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ ഇവിടെ തന്നെ ഈ നഗറ് തന്നെ ഒരു ചെറുപ്പക്കാരൻ്റെ പേരിലാ. അവൻ്റെ വാപ്പാടാ. ഞാൻ എൻ്റെ വാപ്പാടുത്ത്, വാപ്പ ഉസ്താദെ മോന്, ഞാൻ ചോദിച്ചു എന്തിനാ മനുഷ്യ നിങ്ങളുടെ മോന് ഞാൻ എന്തിനാ ദുആ ചെയ്യണ്ടേ? നിങ്ങളുടെ മോൻ എത്ര വലിയ ഭാഗ്യവാനാണ്. ആ പിതാവ് ഈ സദസ്സിലിരിക്കുന്നു. പടച്ചോനെ, തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അള്ളാഹു അവൻ്റെ ഖബറിടം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. എത്ര വലിയ ഭാഗ്യവാനെന്നറിയോ? 21 കൊല്ലം ഒരു ഷഹീദിനെ വളർത്താൻ അള്ളാഹു ഭാഗ്യം കൊടുത്ത മനുഷ്യനാണ്. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവന് ഷഹീദിൻ്റെ കൂലിയുണ്ട്. 20 കൊല്ലം 21 കൊല്ലം അള്ളാഹുവെ ഒരു ഷഹീദിനെ വളർത്താൻ ഭാഗ്യം കിട്ടി അവൻ്റെ വാപ്പായ്ക്കും ഉമ്മായിക്കും. അതാ ഭാഗ്യം, അല്ലാതെ IPS IAS MI ML ഒന്നും അല്ല. 21 കൊല്ലം ഒരു ഷഹീദിനെ വളർത്താൻ ഭാഗ്യം കിട്ട വാപ്പയും ഉമ്മയും അള്ളാഹുവെ അവൻ കാത്തു നിൽക്കും അവൻ്റെ വാപ്പായും ഉമ്മായും. അള്ളാഹു അവർക്ക് ഷഹീദിൻ്റെ കൂലിയുള്ള മരണം അള്ളാഹു പൊന്നുമോന് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവന് 2 ഷഹീദിൻ്റെ കൂലിയാണ്. ഒന്നല്ല, സിനിമയ്ക്ക് പോയപ്പോഴല്ല മരിച്ചേ. എറണാകുളം സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ കളി കാണാൻ പോയപ്പോഴല്ല, കാമുകിയുടെ കൂടെ കറങ്ങാൻ പോയപ്പോഴല്ല അവൻ മരിച്ചത്. അള്ളാഹുവിൻ്റെ ഇൽമ പഠിക്കാൻ പോയ വഴി. അള്ളാഹു അലം, എത്ര വലിയ ഭാഗ്യപ്പാ. ഇൽമ പഠിക്കാൻ പോയ വഴിയിൽ അവൻ മരണപ്പെട്ടത്. 2 വെള്ളത്തിൽ മുങ്ങി മരിച്ചു. 2 ഷഹീദിന്റെ കൂലി. അള്ളാഹു ആ പൊന്നുമോന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എപ്പോഴെവിടെ വെച്ചാന്നറിയില്ല. അള്ളാഹു നന്നാവാൻ ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏതെങ്കിലും ഒരു മനുഷ്യന് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? നിങ്ങളുടെ ആരുടെയെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആത്മാർത്ഥമായിട്ടൊരു സ്നേഹമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി, മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ആ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ പിൻപറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രവാചകനോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതം അങ്ങ് മുറുകെ പിടിക്കുകയാണ്. അവിടുത്തെ സുന്നത്ത് തന്റെ ജീവിതത്തിൽ ഹയാത്താക്കുകയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് തന്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ കാന മഈ ഫിൽ ജന്ന, അവൻ നാളെ സ്വർഗത്തിൽ എൻ്റെ കൂടെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ ഒന്നാമത്തെ അടയാളം പ്രവാചകന്റെ ജീവിതം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ജീവിതത്തിൽ എന്താ അപ്പോൾ ഉള്ളേ ഒന്ന് പറ. ഞാൻ എൻ്റെ നഫ്സിനോട് രണ്ടാമത് നിങ്ങളോട് ചോദിക്കുകയാ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സുന്നത്ത് ഏതാ? പ്രവാചകന്റെ ഏത് സുന്നത്താ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയണില്ല. കാക്ക കൊത്തണ പോലെ ഒന്നും രണ്ടും അവിടെ നിന്നും പറക്കിയെടുക്കുക ചെയ്യും, ഇത്രയൊക്കെ. എന്നാൽ ജീവിതത്തിൽ നിത്യമായി ചെയ്യുന്ന ഒരു സുന്നത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, എന്താ ഉള്ളത്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അള്ളാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം നാളെ പ്രവാചകന്റെ അതിഥിയായിട്ട് നാളെ സ്വർഗത്തിൽ കിടക്കാൻ കഴിയും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇന്ന് വരെ ഉള്ളതൊക്കെ കള അള്ളാഹു പുറത്തുവരുമാറാകട്ടെ. ഇന്ന് ഈ സദസ്സിൽ ഇരുന്നിട്ട് തീരുമാനിക്ക്, ഉസ്താദ് റബീഉൽ അവ്വൽ മാസമാണ്, ഇന്ന് മുതൽ മരിക്കുന്ന കാലം വരെ, ഓർമ്മയുള്ള കാലം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്തെങ്കിലും ഞാൻ ജീവിതത്തിൽ മുറുകെ പിടിക്കുമെന്ന് തീരുമാനിക്കുക. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പറ, ഇൻഷാ അല്ലാഹ്. ഒരു സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചൂടെ? ഉറക്കെ പറ. ഏത് സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കും? ഇപ്പം എല്ലാ അഭിപ്രായ വ്യത്യാസമാണല്ലോ, അങ്ങനെയാണല്ലോ എല്ലാ അഭിപ്രായം. അവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ടോ, മറ്റിടത്തുണ്ടോ, മറിച്ചിടത്തുണ്ടോ? ഒരു സംഘടനകൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു സുന്നത്ത് ഞാൻ പറയാം, ആർക്കും എതിർപ്പില്ല. ലോകത്ത് ഒരു മുസ്ലിമിനും എതിർപ്പില്ലാത്ത ഒരു സുന്നത്ത് ഞാൻ പറയാം. എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങൽ സുന്നത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുന്നത്തല്ലേ? ആണോ? നിങ്ങൾ പറ, ആണോ? ആണ്. സംശയം ആർക്കും ഇല്ലല്ലോ. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ജീവിതത്തിൽ ചെയ്തൂടെ? ചെയ്യാന്ന് നിയ്യത്ത് ചെയ്യുന്നവർ കൈവക്ക്. കൈ പൊക്കാത്തവൻ കരയും, സത്യമായിട്ടും കരയും. ഈ കൈ പൊക്കിയവന് കിട്ടിയ പ്രതിഫലം ഞാൻ പറയുമ്പോൾ ഈ കൈ പൊക്കാത്തവൻ ഞാൻ പൊക്കിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഇവിടെ ഇരുന്ന് കരയും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് തുടങ്ങല്ല ഇന്ന് മുതൽ. എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും. അത് സുന്നത്താ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ അത് ചെയ്തൂടെപ്പാ? ഞാൻ എന്തോ ലക്ഷങ്ങൾ ചോദിച്ച പോലെ ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് പ്രതിഫലം കേട്ടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഇന്നത്തെ ദിവസം മുതൽ ഉസ്താദേ മരിക്കുന്ന കാലത്തോളം, ഓർമ്മയുള്ള കാലത്തോളം ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്ത് ഞാൻ ജീവിതത്തിൽ മുറുകെ പിടിക്കുമെന്ന് തീരുമാനമെടുത്തവര് അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മൻ ഹാഫള അലാ സുന്നതി അക്റമഹുല്ലാഹു ബിഅർബഅതി ഹിസാൽ. ഈ ദുനിയാവിൽ അല്ലാഹു നിനക്ക് 4 പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ ദുനിയാവിൽ അല്ലാഹു നിനക്ക് 4 പ്രതിഫലം തരികയാ. 2 പ്രതിഫലം മരണത്തിന് ശേഷമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്തെങ്കിലും ഇന്നത്തെ രാത്രി മുതൽ മരിക്കുന്ന കാലത്തോളം, ഓർമ്മയുള്ള കാലത്തോളം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറെടുത്തവരെ, നിയ്യത്ത് ചെയ്തവര് അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം കേട്ടോ. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വഹാബാ, ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? എല്ലാവർക്കും വല്ലാത്ത ഒരു ആഗ്രഹമാണ്, ജനങ്ങൾ എന്നെ ബഹുമാനിക്കണം, ആദരിക്കണം. എല്ലാവർക്കും പബ്ലിസിറ്റി വല്ലാത്ത ഇഷ്ടമാണ്. അതിനുവേണ്ടി സ്വന്തമായി വഅദ് നടത്തുന്നവരുണ്ട്, പള്ളി കെട്ടിക്കൊടുക്കുന്നവരുണ്ട്, ഫ്ലെക്സ് അടിച്ച് വെക്കുന്നവരുണ്ട്, പൊതുവേദികളിൽ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നവരുണ്ട്. എല്ലാം എന്തിനു വേണ്ടിയാ? ജനങ്ങൾ ഇവനെ മഹാനാണെന്ന് പറയുന്നതിന് വേണ്ടിയാ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അൽ മഹബ്ബത്തു ഫീ ഖുലൂബിൽ ബററാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അല്ലാഹു അവന് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു അവനൊരു സ്ഥാനം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 5 പൈസയുടെ ചെലവില്ലടോ, 5 നയാ പൈസയുടെ ചെലവില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ,
ആലിമീങ്ങളുണ്ടല്ലോ, ഹാജിയാക്കന്മാരുണ്ടല്ലോ, പടച്ചവനെ ജമാഅത്തിന്റെ ഭാരവാഹികളുണ്ടല്ലോ, നിങ്ങളെല്ലാവരും നല്ലവനാണെന്ന് പറയുന്നവരുണ്ടല്ലോ. നിസ്കാര തഴമ്പുള്ള 5 നേരം പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന ഈ നാട്ടിലെ പ്രായം ചെന്ന പാവപ്പെട്ട ഉപ്പമാര്, മോനെ, അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അള്ളാഹു നിനക്കൊരു സ്ഥാനം തരും. നാട്ടുകാർ മുഴുവനും നിന്നെ ബഹുമാനിക്കും, എല്ലാവരും നിന്നെ ആദരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ കൈപൊക്കിയവർക്ക് അല്ലാഹു തരുന്ന 1ാമത്തെ പ്രതിഫലമാണ്. 2ാമത്തെ പ്രതിഫലം എന്ത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അൽ മഹബ്ബത്തു ഫീ ഖുലൂബിൽ ഫജറാ. 2ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഈ ഭൂമിയിൽ നീ അല്ലാഹനെ അല്ലാതെ ഒരു മഖ്ലൂഖിനെയും ഭയപ്പെടണ്ട. ഈ ഭൂമിയിലെ പടച്ച റബ്ബിനെ അല്ലാതെ ആരെയും നീ ഭയപ്പെടണ്ട. പടച്ചവനെ നിന്നെക്കാലം കഴിവുള്ളവനാകട്ടെ, ആരോഗ്യമുള്ളവനാകട്ടെ, പവറുള്ളവനാകട്ടെ, പണമുള്ളവനാകട്ടെ, രാഷ്ട്രീയ ബലമുള്ളവനാകട്ടെ, നിന്നെക്കാലം എത്ര വലിയവനാണെങ്കിലും അല്ലാഹു അവന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരു പേടി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീ ആരെയും പേടിക്കണ്ട മോനെ. താടി വളർത്തിയതിന്റെ പേരിൽ നിന്നെ എന്ത് വേണമെങ്കിലും വിളിക്കട്ടെ, ആരെല്ലാം നിന്നെ കളിയാക്കട്ടെ, എന്ത് വേണമെങ്കിലും പറയട്ടെ മോനെ, എല്ലാവർക്കും നിന്നെ ഭയമാണ്. എല്ലാവരുടെ ഹൃദയത്തിന്റെ അകത്തും അല്ലാഹു ഭയം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായിരിക്കുകയാണ്. ഇസ്ലാമിനെതിരെ, മുസ്ലിമീങ്ങൾക്കെതിരെ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ആക്രമിക്കാൻ കടന്നു വരികയാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പ്രവാചകന്റെ ജീവിതം അങ്ങ് മുറുകെ പിടിച്ച നമുക്കാരെയും ഇവിടെ പേടിക്കണ്ട. ഏക സിവിൽ കോഡെന്ന പാമ്പിനെ കാണിച്ചിട്ട് മുസ്ലിമിനെ പേടിക്കാൻ നോക്കണ്ട. നമുക്കൊന്നിനും ഭയമില്ല. കാരണം ജനിച്ചപ്പോഴേ ബാങ്കും കൊടുത്തു, ഇഖാമത്തും കൊടുത്തു, ഒന്നിനും സമയമില്ല. കുളിപ്പിച്ച് പള്ളിക്കകത്ത് കൊണ്ടുവെക്കുന്ന സമയം ജീവിക്കുന്നവരാ. എറണാകുളത്തേക്ക് എടപ്പള്ളിയിലേക്ക് പോകാൻ ഈ റോഡിന്റെ ചാരത്ത് ബസ് കാത്ത് നിൽക്കുന്ന യാത്രക്കാരാണ് നമ്മൾ ദജ്ജാലിനെ കാത്തിരിക്കുന്നവരാ. എപ്പോഴാണ് അസ്റായിൽ വരുന്നതെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നവരാ. നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? അല്ലാഹുവിനെ അല്ലാതെ ഒരു മഖ്ലൂഖിനെയും ഭയമില്ല. പടച്ചവനെ, ശത്രുക്കളെ മുന്നിലേക്ക് കടന്നു വന്നാൽ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചാലും ആ മുറിക്കുന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച വല്ലാത്ത ഒരു ധൈര്യമാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ചെറുപ്പക്കാരനാ. ഹജ്ജാജ് എന്ന് പറയുന്ന ഭരണാധികാരി പിടിച്ചുകൊണ്ട് വരികയാണ്. ഹജ്ജാജിന്റെ മുന്നിലേക്ക് അനുയായികൾ പിടിച്ചുകൊണ്ടുവന്നു. ഹജ്ജാജ് പറഞ്ഞു, ഇവന്റെ തല എനിക്കെടുക്കണം, ഇവന്റെ തല വെട്ടാൻ എനിക്ക് അവസരം തരണം. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകാലുകൾ കെട്ടി ഹജ്ജാജിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കിടത്തുകയാണ്. തന്റെ ഉറകിൽ കിടക്കുന്ന വാള് വലിച്ചൂരിയിട്ട് അതാ ചിരിച്ചുകൊണ്ട് തല വെട്ടുന്നതിന് വേണ്ടി വാളുയർത്തുമ്പോ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ ഖിബ്ലയുടെ ഭാഗത്തേക്ക് തലതിരിച്ച് വെക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഹജ്ജാജേ, എന്നെ കൊല്ലാൻ പോകുകയാണോ? ഖിബ്ലയുടെ ഭാഗത്തേക്ക് തലതിരിച്ച് വെച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു, വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി വൽ അർദ്. ഖിബ്ലയുടെ ഭാഗത്തേക്ക് തലതിരിച്ച് വെച്ചിട്ട് പറയുന്നു, ഹജ്ജാജേ, എന്റെ ജീവിതം അല്ലാഹുവിനുള്ളതാടോ, എല്ലാം അല്ലാഹുവിനുള്ളതോ. നീ എന്നെ വെട്ടിക്കൊന്ന എനിക്കൊന്നുമില്ലടാ. ഹജ്ജാജ് പറഞ്ഞു, അങ്ങനെ ഖിബ്ലയ്ക്ക് നേരെ കിടന്ന് നീ ചാകണ്ടടാ. തല പിടിച്ചിട്ട് തിരിച്ചു വെക്കുകയാണ്. വെട്ടുന്നതിന് വേണ്ടി വാളുയർത്തുമ്പോ അപ്പോഴും വിളിക്കുന്നു, ഹജ്ജാജേ, വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ്. എടാ, കിഴക്കിന്റെ അധിപനും പടിഞ്ഞാറിന്റെ അധിപനും അല്ല തന്നെയാ. എങ്ങോട്ടിട്ടാലും എനിക്കൊന്നുമില്ലടാ. ഹജ്ജാജിന് ദേഷ്യം വന്നു. തല പിടിച്ചു മണ്ണിന്റെ അകത്തേക്ക് താഴ്ത്തി വെച്ചിട്ട്
പിരടിയിൽ വെട്ടുന്നതിന് വേണ്ടി വാളുയർത്തുമ്പോ അപ്പോഴും വിളിച്ചു ഹജ്ജാജേ, മണ്ണിലേക്ക് താഴ്ത്തി വെച്ചെന്ന് പറഞ്ഞ് എനിക്കൊന്നുമില്ല. കാരണം മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. അല്ലാഹു മണ്ണിൽ നിന്നാണ് എന്നെ സൃഷ്ടിച്ചത്, ഈ മണ്ണിലേക്ക് തന്നെയാണ് അല്ലാഹു എന്നെ മടക്കുന്നത്. ഹജ്ജാജിന് ദേഷ്യം വന്നു, പിടിച്ചു മലർത്തി കിടത്തുകയാണ്. കഴുത്തിൽ വെട്ടുന്നതിന് വേണ്ടി വാളുയർത്തുമ്പോ അപ്പോഴും ചിരിച്ചുകൊണ്ട് വിളിക്കുന്നു ഹജ്ജാജേ, ഫൈനമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ്. എല്ലായിടത്തും അല്ലാഹുണ്ടടോ, എല്ലായിടത്തും പടച്ചവനുണ്ടടോ. ചിരിക്കുന്ന മുഖത്തോടെ കൊല്ലാൻ വാളുയർത്തിയവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാറ്. ആ ചങ്കൂറ്റം എവിടെന്നറിയുമോ? പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചപ്പോ അല്ല കൊടുത്തതാ. മഹാനായ റബീ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. യൂറോപ്പിന്റെ ഭരണാധികാരികളെ വിരുന്നിന് വിളിച്ചപ്പോ കൊട്ടാരത്തിലേക്ക് കടന്നുപോയി നേതാക്കന്മാര് മുഴുവനും ഭക്ഷണം കഴിക്കാനിരുന്നു. റബീ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലും ഭക്ഷണം കൊണ്ടുവച്ചു. ബിസ്മി പറഞ്ഞുകൊണ്ട് കഴിക്കാൻ തുടങ്ങി. പടച്ചവനെ, തന്റെ കയ്യിൽ നിന്ന് അറിയാതെ ഒരൽപ്പം ഭക്ഷണം താഴെ വീഴുകയാ. റബീ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു ചിന്തിച്ചു, അല്ലാഹ്, താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കൽ എന്റെ പ്രവാചകന്റെ സുന്നത്താ. അതാ രാജാക്കന്മാരുടെ കൊട്ടാരത്തിന്റെ നടുവിലിരിക്കുകയാണെന്ന് ചിന്തിച്ചില്ല. താഴെ വീണ ഭക്ഷണം ഇടത് കൈ കൊണ്ടെടുത്ത് പാത്രത്തിലിട്ടിട്ട് അവിടെ നിന്ന് വാരി കഴിക്കുമ്പോ മുന്നിലിരുന്ന രാജാക്കന്മാര് കളിയാക്കുകയാണ്. എച്ചില് വാരി തിന്നുന്നോ ആമിറ്? എന്തിനാ എച്ചില് തിന്നുന്നത്? എന്തിനാ ദാരിദ്ര്യം കാണിക്കുന്നത്? ഇരിക്കുന്നത് മുഴുവനും നിനക്ക് തിന്നാനുള്ളതല്ലേ, എന്തിനാണ് എച്ചില് വാരി തിന്നുന്നതെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിനെ അവര് നിസാരമാക്കുമ്പോ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, എടാ പമ്പര വിട്ടികളീ, എടാ പമ്പര വിട്ടികള്, നിനക്കൊക്കെ വേണ്ടി എന്റെ റസൂലുള്ളാഹിന്റെ സുന്നത്ത് കളയാരോ? രാജാവിന്റെ മുഖത്ത് നോക്കി ചോദിക്കാറുള്ള ധൈര്യം എവിടെ നിന്നാണ്? പ്രവാചകന്റെ ജീവിതം പിൻപറ്റിയോ അല്ലാഹു അവന് ധൈര്യം കൊടുക്കും. അവന്റെ ശത്രുവിന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഭയം കൊടുത്ത് പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ ആരെയും ഭയപ്പെടണ്ട. പത്തവന്മാര് ഒരുമിച്ച് വന്നാലും മുട്ടിടിക്കൂടാ. താടി വളർത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്ക്. ലോകത്തൊരു മഖ്ലൂക്കിനെയും നീ ഭയപ്പെടണ്ട. എല്ലാരും നിന്റെ മുന്നിൽ ഭയക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ.